hi, welcome back to YouTube. ഓണം എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് A Long Walk with Granny, written by Ruskin Bond. ഇവിടെ നമ്മൾ ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു പഠിച്ചിരുന്നത്, ചെറുകഥയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അതെന്തൊക്കെയായിരിക്കും? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി പഠിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ശരി. ഇനി ഇതിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമതായിട്ട് നമ്മളോട് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം ഡയറി എൻട്രി ആയിരിക്കും. മണിയുടെ ഡയറി എൻട്രി ആയിരിക്കും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഇമാജിൻ യു ആർ മണി. Write a diary entry about the day the landslide blocked your bus and you had to walk to Mussoorie. ഓക്കെ, നമ്മളോട് ലാൻഡ്സ്ലൈഡ് ഉണ്ടായ ദിവസം മണി എഴുതുന്ന ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മണി എവിടേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? മസൂരിയിലേക്കായിരുന്നു, ഐ ഹോസ്പിറ്റലിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവൻ്റെ ഗ്രാൻഡ്മയുടെ കൂടെയായിരുന്നു പോയത്. പോകുന്ന വഴി ബസ് ഒരു ലാൻഡ്സ്ലൈഡ് കാരണം ബ്ലോക്കായി. അന്നേ ദിവസം അവൻ തയ്യാറാക്കുന്ന ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറയാം. അപ്പോൾ ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ആ ദിവസം ഏതാണെന്ന് കൊടുക്കുക, അതിനുശേഷം ഡേറ്റ് ഏതാണെന്ന് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ ഡിയർ ഡയറി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളെ ഡയറിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഡയറിയിൽ ആദ്യം നിങ്ങൾ ഇന്ന് എന്ത് നടന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. ആ ദിവസം എന്ത് നടന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. സോ വാട്ട് ഹാപ്പൻഡ് ടുഡേ, ഇന്ന് എന്ത് നടന്നു എന്നുള്ളത് എഴുതുക. ആ നടന്നത് കാരണം ആ ക്യാരക്ടേഴ്സിൻ്റെ ചിന്തകൾ, തോട്ട്സ്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്, അവരുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഒരു ഡയറി കുറിപ്പിൽ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു മോഡൽ ആൻസർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി അവസാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മണി എന്നുള്ള പേര് കൊടുക്കാം, അല്ലെങ്കിൽ ആരാണോ ഈ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുന്നത് അവരുടെ പേര്, നമ്മുടെ പേരല്ല കേട്ടോ, ക്യാരക്ടറിൻ്റെ പേര് നിങ്ങൾ അവിടെ എഴുതി വെക്കാം. രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമെയിൽ ആയിരിക്കും. കാണിച്ചു തരാം. Mani reached home after his journey with Granny to the hospital. Imagine that he writes an email to his cousin, sharing his experience about the trip and how Granny bravely faced everything. Draft the likely email. അതായത് മണി തിരിച്ച് വീട്ടിലെത്തണം. അവൻ വീട്ടിലെത്തിയതിനു ശേഷം ഗ്രാൻഡ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു ട്രിപ്പ് അത് അവൻ്റെ ഒരു കസിനോ ചിലപ്പോൾ ഒരു ഫ്രണ്ടിനോ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു അനുഭവം ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് നമ്മളോട് ചോദിക്കുക. ഇമെയിൽ എങ്ങനെയാണ് സാർ തയ്യാറാക്കേണ്ടത്? വളരെ സിമ്പിളാണ്. നമ്മളൊരു ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കൊടുക്കണം. ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും എന്തായിരിക്കണം? ഇമെയിൽ ഐ ഡി ആയിരിക്കണം. ഇമെയിൽ ഐ ഡി എങ്ങനെയാണ് സാർ തയ്യാറാക്കുക? എടാ, ജസ്റ്റ് സ്മോൾ ലെറ്റേഴ്സിൽ സ്പേസ് ഒന്നും ഇല്ലാതെ പേര് എഴുതുക, എന്നിട്ട് അവസാനം @gmail.com എന്നിട്ട് കൊടുത്താൽ ഇമെയിൽ ഐ ഡി ആയി. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ സബ്ജക്റ്റ് എഴുതണം. അതായത് എന്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ നമ്മൾ മെയിൽ അയക്കുന്നത് അതവിടെ എന്തായാലും മെൻഷൻ ചെയ്യണം. അതൊരു സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഏത് ഡേറ്റ് ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ടായിരിക്കും പറയാം. ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട്, അതായത് എല്ലാം കഴിയുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് പറയാം? എല്ലാം കഴിയുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് പറയാം? യുവേഴ്സ് ലവിങ്ലി എന്ന് പറയാം. അതായത് സ്നേഹത്തോടെ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് ആരാണോ ഈ ഇമെയിൽ അയക്കുന്നത് അവരുടെ പേര് എഴുതി വെക്കുക, ആ ക്യാരക്ടറിൻ്റെ പേര് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങളൂടെ നോക്കാം. ഇനി മൂന്നാമതൊരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാൻഡ്മയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിരിക്കും ചോദിക്കുക. ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ ഉൾപ്പെടുത്തേണ്ടത്? ശ്രദ്ധിച്ചോണം. ക്യാരക്ടർ സ്കെച്ചിൽ നമ്മൾ കൊടുക്കേണ്ടത് ആ ക്യാരക്ടറിൻ്റെ, ഏത് ക്യാരക്ടറിൻ്റെ ആണോ ചോദിച്ചത് ആ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റീസാണ്. എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രെയ്റ്റ്സ് എന്ന് പറയും, സ്വഭാവ വിശേഷണങ്ങൾ. രണ്ടാമത് ആ ക്യാരക്ടർ കഥയിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ കഥയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആക്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് ചാപ്റ്ററിന് എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ പറയാം. എന്നിട്ട് അവസാനം നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറയാം. ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അഭിപ്രായം നമുക്ക് അവിടെ പറയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു ഫോമാറ്റിൽ നമ്മുടെ ഗ്രാൻഡ്മയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ഞാനിവിടെ എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്തായാലും നമ്മളോട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നല്ലൊരു സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ചോദ്യമാണ് മറ്റൊരു സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ. ഫോർമൽ ലെറ്റർ. ഈ ചോദ്യം നോക്കിയേ.
The road to Mussoorie was blocked due to the landslide and the passengers had to face a lot of hardships. One of the passengers decided to write a letter to the Road Transport Authority requesting them to clear the road. Attempt the likely letter. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മണിയും ഗ്രാൻഡ്മയും പോയിക്കൊണ്ടിരുന്ന ബസ് അത് ബ്ലോക്ക് ആവുന്നുണ്ട്. എങ്ങനെയാ? അവിടെ ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ട്. അപ്പോൾ നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, അതായത് ഇതൊക്കെ റെഡിയാക്കുന്ന ആൾക്കാർക്ക് നമ്മളൊരു കത്ത് അയക്കുകയാണ്. എന്തിനാ? ടു ക്ലിയർ ഔട്ട് ദ റോഡ് ഒന്ന് ക്ലിയർ ആക്കാൻ. ഈ മണ്ണും ചെളിയും അവിടെ മരങ്ങളും എല്ലാം വീണ് കിടക്കുന്നത് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് അയക്കണം. അപ്പോൾ ഇത് ഒരു ഫോർമൽ ലെറ്ററാണ്. കാരണം നമ്മളൊരു അതോറിറ്റിക്കാണ് അയക്കുന്നത്. ഇതൊരു ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്ററാണ്. എങ്ങനെയാണ് തയ്യാറാക്കുക? ഫ്രം അഡ്രസ്സ് നമ്മളുടെ പേരും പോസ്റ്റൽ അഡ്രസ്സും, അതായത് പേരും നമ്മുടെ വീട്ടുപേരും സ്ഥലവും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കുക. ടു അഡ്രസ്സ് കൊടുക്കുമ്പോൾ അല്ലേ നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്കാണ് അയക്കേണ്ടത്. പിന്നെ ഏതെങ്കിലും ഒരു സിറ്റി നെയിം. റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആണെന്നുള്ളത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് നമ്മൾ അവർക്കാണ് അയക്കുന്നുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റ് ഇട്ട് കൊടുക്കുക. ശേഷം സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കണം. ക്വസ്റ്റ്യൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് റോഡ് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലെറ്റർ അയക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് മുറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് താഴെയാണ് വരേണ്ടത്. ഇത് അടുത്ത സെൻറ്റൻസിലാണ് വരേണ്ടത്. ഇത് സർ/മാം അല്ലെങ്കിൽ നമ്മളത് ഇവിടെ ഒരു റെസ്പെക്റ്റഡ് എന്നിട്ട് കൊടുക്കുക. കാരണം ഇതൊരു അതോറിറ്റിക്കാണ് അയക്കുന്നത്, ഒഫീഷ്യൽസിനാണ് അയക്കുന്നത്. റെസ്പെക്റ്റഡ് സർ/മാം മാഡം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. 3 കാര്യങ്ങളാണ് നമ്മളവിടെ പറയേണ്ടത്. ഒന്ന്, നമ്മൾ ആരാണെന്നുള്ളത് പറയാം. 2, പർപ്പസ് എന്താണ്, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ലെറ്റർ അയക്കുന്നത് എന്നുള്ളത് പറയാം. അവസാനം നമ്മൾ നമ്മുടെ റിക്വസ്റ്റ് പറയുക. എന്താണ് അവരോട് റിക്വസ്റ്റ് ചെയ്യേണ്ടത്? അവരോട് റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇനി കത്ത് തീരുന്ന സമയത്ത് നമുക്ക് യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയാം. വിശ്വസ്തയോടെ നമ്മളുടെ പേര്, അഡ്രസ്സ്, സൈന് ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഫോർമൽ അഡ്രസ്സിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 ചോദ്യങ്ങളും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാനൊരു ചാൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്യാം. ഇനി അതല്ല, ഈ ഉത്തരങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ലൈവുകളാണ് അല്ലെങ്കിൽ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അത്രയും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഏറ്റവും പുതിയ ബാച്ചാണ് എഡ്യൂപോർട്ടിൻ്റെ. നിങ്ങൾ ഇനി തൊട്ട് സീരിയസ് ആയിട്ട് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. എങ്ങനെയാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക? കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് പറയാണ്. താഴെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഏതാണെന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രോളിലും ആ നമ്പർ കാണാൻ പറ്റും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. പക്ഷേ ഓണം എക്സാം ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് ആലോചിക്കുക, വീട്ടിലൊക്കെ പറയാം. ഇനി അതിനുശേഷം എന്താ പറയുക, നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇതുപോലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് വേണം. അപ്പോൾ ഏത് ചാപ്റ്ററിൻ്റെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടണം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.